15 വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ വീണ്ടും റോഡിലേക്ക്. രജിസ്ട്രേഷനിൽ മാറ്റം വരുത്താൻ നീക്കം. 15 വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നിബന്ധന മറികടക്കാൻ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ മാറ്റം വരുത്താൻ മോട്ടോർ വാഹന വകുപ്പ്. കാലാവധി കഴിയുന്ന സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വാഹൻ സോഫ്റ്റ്വെയർ റദ്ദാക്കാറുണ്ട്. ഇതൊഴിവാക്കാൻ സോഫ്റ്റ്വെയറിൽ സർക്കാർ വക എന്ന് പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാറ്റി മറ്റു വിഭാഗം എന്നാക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച വാഹന പൊളിക്കൽ നയത്തിന്റെ ആദ്യഘട്ടമായിട്ടാണ് 15 വർഷം കഴിഞ്ഞ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. 5500 സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദായിരുന്നു. ഇവ 5 വർഷം കൂടി ഉപയോഗിക്കാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയെങ്കിലും വാഹൻ സോഫ്റ്റ്വെയറിൽ ഇവയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തയ്യാറായില്ല. ഇതേ തുടർന്ന് കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തി പുതുക്കി നൽകാൻ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓഫീസുകളിൽ വകുപ്പ് മേധാവികൾ അപേക്ഷ നൽകണം. സ്റ്റേറ്റ് ഇൻഷുറൻസിനോട് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC ഇങ്ങനെ 1000-ലധികം ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. 2 വർഷത്തിലേറെയായി ഉപയോഗിക്കാത്ത മിക്ക വാഹനങ്ങളും നാശോന്മുഖമാണ്. നന്നാക്കിയെടുക്കുക ഭാരിച്ച ചെലവാണ്. അറ്റകുറ്റപ്പണിക്കുള്ള തുക നിശ്ചയിച്ച് ഓഫീസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരും. പഴയ വാഹനങ്ങൾ ഉപേക്ഷിച്ചതിനുള്ള കേന്ദ്ര സർക്കാർ സഹായധനമായി 100 കോടി രൂപ സംസ്ഥാനം വാങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് പഴയ വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ തീരുമാനിച്ചത്.